എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചില സമയത്ത് ഉള്ളുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. അതായത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ലൈറ്റിൻ്റെ പ്രശ്നം. അതായത് ലൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനം ഹെഡ് ലൈറ്റ് എത്ര ബ്രൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ചൊരു ബ്രൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാസ് ബൈ അടിച്ച് കൊടുക്കുകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് ഡിം അടിച്ച് തരും. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ശരിക്കുള്ളൊരു പ്രശ്നം എവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ റിയർ ഗ്ലാസ്. എത്ര പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്? അതായത് വേറൊന്നുമല്ല, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ റിയർ ഗ്ലാസ്സിൽ കൂടെ ബാക്കി വരുന്ന വാഹനം, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് പുറകെ വരുന്ന വാഹനത്തിൻ്റെ വെട്ടം, അതായത് ഹൈ ബീം ആണെന്നുണ്ടെങ്കിൽ ആ വെട്ടം നേരെ ഈ ഗ്ലാസ് വഴി ആ സെൻറ്ററിൽ കാണുന്ന റിയർ വ്യൂ മിറർ, അതായത് നമ്മുടെ ഈ റിയർ ഗ്ലാസ് വഴി നമ്മുടെ കണ്ണിലോട്ട് എത്ര പേർക്ക് ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ട്? അതായത് ഇതുപോലെ ലൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലോട്ട് തന്നെ ഈ വെട്ടം അടിക്കും. അതിപ്പോൾ ഗ്ലാസ് വെക്കുന്നയാളാകട്ടെ ഗ്ലാസ് വെക്കാത്തൊരാളാകട്ടെ, ശരിക്കും നമ്മുടെ കണ്ണിലോട്ട് തന്നെ ഈ ഒരു ഹൈ ബീം അടിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? ഞാൻ നിങ്ങൾക്കൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം ഫ്രണ്ടിലുള്ളൊരു വാഹനത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഹൈ ബീം ഓൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാസ് ബൈ ഒരു 3 or 4 തവണയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അത് മനസ്സിലാക്കി ഡിമ്മാക്കി തരും. എന്നാൽ ബാക്കി വരുന്നൊരു വാഹനത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചില സമയത്ത് ഉള്ളുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഉള്ളതുപോലെ ഏകദേശം ഈ പോർഷനിലൊക്കെ ആയിട്ട് നമുക്കൊരു ലൈറ്റ് കൊടുക്കാൻ പറ്റും. അതായത് നല്ല കിടുക്കനൊരു ലൈറ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിൽ നിന്ന് ഹൈ ബീം അടിച്ച് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു വാഹനത്തിന് നമുക്കിവിടെ ഒരു പുഷ് സ്വിച്ചോ അല്ലെങ്കിൽ ഒരു നോർമൽ സ്വിച്ചോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവന് മനസ്സിലാവണം, അല്ലെങ്കിൽ അവൻ്റെ കണ്ണിലോട്ട് അടിക്കുന്ന സമയത്ത് അവന് മനസ്സിലാവണം. പക്ഷേ ഇതിട്ട് വെക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് ഈ ലൈറ്റ് എനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്നുള്ള രീതി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ശരിയായിരിക്കും? കാരണം ഞാൻ കുറച്ചേറെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഗ്ലാസ് വെക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും അറിയാൻ സാധിക്കും ഇതുപോലെ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ലൈറ്റ് ചെയ്യുന്നവരെ ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബട്ട് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. കാരണം പലപ്പോഴും പലരും ഇത് ശ്രദ്ധിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ബാക്കിൽ വരുന്ന വാഹനത്തിന് ഒരു കാരണവശാലും ഹൈ ബീം ഇട്ട് ഓടിക്കരുത്. കാരണം നമ്മുടെ ഫ്രണ്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ ഹൈ ബീം ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാക്കും. പക്ഷേ വേറൊരാളുടെ വാഹനത്തിൻ്റെ പുറകെ വന്ന് നിൽക്കുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കത്തില്ല, ഹൈ ബീം ഇട്ട് അങ്ങ് പോകും. തെറ്റാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്ന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഈ പറഞ്ഞ ലൈറ്റ് പരിപാടി എൻ്റെ ഒരു ഐഡിയ മാത്രമാണ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ പുറകെ വരുന്ന വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഹൈ ബീം ഇട്ടുകൊണ്ട് വരുന്ന വാഹനത്തിന് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ബുദ്ധിമുട്ട് വരും. കണ്ണിലോട്ട് തന്നെ ലൈറ്റ് അടിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാനിത് ചെയ്യണമെന്നല്ല പറഞ്ഞ്, എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.